ഹായ്, ഐ എം ബിജോയ്സ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് SC പുട്സ് ബ്രേക്സ് ഓൺ ബുൾഡോസർ കൾച്ചർ എന്ന് പറഞ്ഞ ന്യൂസ് ആണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വലിയ വിവാദമുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ UP-യിൽ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് ആണ് തുടങ്ങി വെച്ചത്. പിന്നീട് BJP ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിലും അത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോ ഹൈദരാബാദില് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ തെലങ്കാനയുടെ കോൺഗ്രസ് ചീഫ് മിനിസ്റ്ററായ രേവന്ത് റെഡ്ഡി പോലും പറഞ്ഞിട്ടുണ്ട്, ബുൾഡോസ് ചെയ്യുമെന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ. അപ്പം ഈ അവിടെ ഒരു ഡെവലപ്മെന്റ് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് രേവന്ത് റെഡ്ഡി ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അപ്പൊ ഈ മെയിൻലി പ്രിഡോമിനന്റ്ലി BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലാണ് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണിക്കുന്ന ആൾക്കാരുടെ വീടുകൾ പൊളിച്ചു കളയുന്നു. അപ്പൊ അത് ഇൻ കേസ് ഇത് എൻക്രോച്ച്മെന്റ് എങ്ങാനും ചെയ്ത് അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ അങ്ങനെ ആണെങ്കിൽ പോലും പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ട് മാത്രമേ അത് അങ്ങനെ ചെയ്യാവുള്ളൂ, ബുൾഡോസ് ചെയ്യാവുള്ളൂ. അല്ലാതെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ജഡ്ജസ് അല്ല, കോർട്ട് അല്ല. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് കോടതികളിൽ തീരുമാനിക്കപ്പെടേണ്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബുൾഡോസ് ചെയ്യേണ്ടി വന്നാൽ ചെയ്യാം, പക്ഷെ അതിന്റെ പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. മിനിമം 15 days മുമ്പ് നോട്ടീസ് കൊടുത്തിരിക്കണം, എന്താണ് അവിടെ ഇല്ലീഗാലിറ്റി എന്ന് പറയണം. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വല്ല കോടതികളിൽ അങ്ങനെ പോകാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കണം. ഇതെല്ലാം ചെയ്തതിനു ശേഷം മാത്രമേ ഈ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് ഡിമോളിഷ് ചെയ്യാവുള്ളൂ എന്നാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നേക്കുന്നത്. ഒരുപാട് പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടത്. പിന്നെ ജാർഖണ്ഡിൽ ഇലക്ഷന്റെ കാര്യം, ജാർഖണ്ഡിലെ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ ആയിരുന്നു ഇന്നലെ എന്ന് ഞാൻ പറഞ്ഞു. അത് ഇന്നലെ തന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇനിയിപ്പോൾ സെക്കൻഡ് ഫേസ് ഇലക്ഷൻ ജാർഖണ്ഡിൽ നടക്കുമ്പോൾ അതിന്റെ കൂടെ മഹാരാഷ്ട്ര ഇലക്ഷനും കഴിയും. അതോടുകൂടി ഇലക്ഷൻ കഴിയും, പിന്നെ ഉടനെ തന്നെ റിസൾട്ടും വരും. പിന്നെ ഡൽഹി ബ്രീത്തസ് ഇറ്റ്സ് വേഴ്സ്റ്റ് ക്വാളിറ്റി എയർ ഓഫ് ദ സീസൺ. അതായത് ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഓരോ ദിവസവും പ്ലമ്മറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി ഈസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് ഇൻ ദ വേൾഡ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ അവിടെയും അതും കാണാം. പിന്നെ താഴോട്ട് വരുമ്പോ ഇല്ല, വേറൊരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല. അതിന്റെ അടുത്ത സ്റ്റേറ്റ്സ് പേജിൽ പോകുമ്പോൾ NIFT ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. NIFT എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ഫാഷൻ ടെക്നോളജി എന്ന് പറയുന്ന സംഭവത്തിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മൾ IITs ഒക്കെ പോലെയാണ് ഫാഷൻ ടെക്നോളജി മേഖലയിൽ NIFT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അപ്പൊ അതിന്റെ ഒരു ക്യാമ്പസ് ശ്രീനഗറിലുണ്ട്. ശ്രീനഗർ ജമ്മു ആൻഡ് കാശ്മീരിലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ മനോജ് സിൻഹ, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ, അതുമായിട്ട് ബന്ധപ്പെട്ടവർ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചൊക്കെയാണ് ന്യൂസ്. പിന്നെ മമതാ ബാനർജി, വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ഒരു ഫോട്ടോ ഇവിടെ കാണാം. വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ അവിടുത്തെ അഴിമതി കേസുകളിൽ ഇടപെടുന്നു. വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ CV ആനന്ദ ബോസ് ആണ്. ആനന്ദ ബോസ്, അദ്ദേഹം മലയാളിയാണ്. പിന്നെ ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇന്നലെ നിങ്ങളിത് പറഞ്ഞതേ. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ ബാൻ ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 23 എന്ന് പറഞ്ഞാൽ. ആർട്ടിക്കിൾ 24 ചൈൽഡ് ലേബറിനെ അബോളിഷൻ ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ ആണ്. 23 ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ അബോളിഷ് ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളും 24 ചൈൽഡ് ലേബർ, അതായത് ലെസ് ദാൻ 14 years ഓഫ് ഏജ് ഉള്ള കുട്ടികളെ ഒരു ഒക്യുപ്പേഷനിലും ഈവൻ നമ്മളുടെ സ്വന്തം വീടുകളിൽ പോലെയുള്ള ബിസിനസ്സിലൊന്നും എംപ്ലോയ് ചെയ്യിക്കാൻ പാടില്ല. അപ്പോൾ ഈ 23 and 24 ഇങ്ങനെ രണ്ട് ബാനുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് ആണ്. ഇത് രണ്ട് മോഡേൺ വേൾഡിലെ സ്ലേവറി എന്നാണ് അറിയപ്പെടുന്നത്. മോഡേൺ വേൾഡിലെ സ്ലേവറി. പിന്നെ താഴോട്ട് വരുമ്പോ ദർഭംഗ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ നരേന്ദ്രമോദി എയിംസിന്റെ തറക്കല്ലിട്ടു. ഇത് ദർഭംഗ എവിടെയാണ് നടന്നിരിക്കണം? ബീഹാറിലാണ്. ബീഹാറിൽ 2 എയിംസ് ഉണ്ട്. കേരളത്തിൽ നിന്ന് ഒരു എയിംസും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എയിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രഷറൊക്കെ ചെലുത്തുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. ബട്ട് സ്റ്റിൽ സെൻട്രൽ ഗവൺമെന്റ് didn't give any aims for Kerala. പക്ഷേ ബീഹാറിന് ഇപ്പൊ 2ാമത്തെ എയിംസ് അനുവദിച്ചു. ഫസ്റ്റ് എയിംസ് ഈസ് അറ്റ് പട്ന, ദ ക്യാപിറ്റൽ ഓഫ് ബീഹാർ. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ ആണ്. നിതീഷ് കുമാറിന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോൾ വേറൊരു ന്യൂസ് നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. ദ ഗോട്ട് ലൈഫ്. നമുക്കറിയാം ആട് ജീവിതം എന്ന് പറയുന്ന മലയാളം സിനിമ, അതിന് ഇംഗ്ലീഷിൽ ഗോട്ട് ലൈഫ് എന്ന് അറിയപ്പെടുന്ന ആട് ജീവിതം മലയാളം സിനിമയുടെ മ്യൂസിക് AR റഹ്മാനാണ് ചെയ്തത്. അപ്പം AR റഹ്മാന്റെ നേതൃത്വത്തിലുള്ള AR റഹ്മാന്റെ മ്യൂസിക്കൽ ആയിട്ടുള്ള ഈ പറഞ്ഞ ഗോട്ട് ലൈഫ് അതൊരു ആൽബമായിട്ട് പിന്നീട് ഇറങ്ങി. അതിന് ഇപ്പോ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ അവാർഡ്, HMMA അവാർഡ് എന്ന് പറയുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അവാർഡാണ് ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ അവാർഡ്. അതിന് 2 നോമിനേഷൻസ് കിട്ടി. അത് നോമിനേഷൻസ് കിട്ടിയതുപോലെ ന്യൂസ് ആണ്, അത് അത്യാവശ്യം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ 2 നോമിനേഷൻസേ കിട്ടിയുള്ളൂ, ഫൈനൽ അവാർഡൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ,
പിന്നെ ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് പേജിൽ അകത്തെ പേജിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഹരിയാന ചീഫ് മിനിസ്റ്ററും ഹരിയാനയുടെ ഗവർണറും ഹരിയാനയുടെ ഫസ്റ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മീറ്റിംഗ് ആണ്. എപ്പോഴും ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മീറ്റിംഗിനാണെങ്കിലും ലോക്സഭയിൽ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ലോക്സഭയുടെ ഫസ്റ്റ് മീറ്റിംഗിനെയൊക്കെ അഡ്രസ് ചെയ്യുന്നത്, ലോക്സഭയുടെ കേസിലാണെങ്കിൽ പ്രസിഡന്റും, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണല്ലോ ലോക്സഭ എന്ന് പറയുന്നത്. അതേസമയത്ത് സ്റ്റേറ്റുകളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഗവർണറാണ്. അപ്പൊ ഹരിയാനയുടെ പുതിയ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹരിയാന ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഹരിയാനയിൽ വീണ്ടും BJP ജയിച്ചല്ലോ. നയാബ് സിംഗ് സൈനിയാണ് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ. നിങ്ങൾക്ക് അറിയാം, നയാബ് സിംഗ് സൈനി. ബന്ദാരു ദത്താത്രേയാണ് അവിടുത്തെ ഗവർണർ. ബന്ദാരു ദത്താത്രേയ ഹീസ് ദ ഗവർണർ ഓഫ് ഹരിയാന. ഹരിയാനയുടെ പഞ്ചാബിന്റെ ക്യാപിറ്റൽ സെയിം സ്ഥലത്താണെന്ന് അറിയാലോ, ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ്. അപ്പോ പിന്നെ ഇവിടെ ഇത്രയേ ഉള്ളൂ ഈ പേജിൽ, വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഒമർ അബ്ദുള്ളയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഇൻഡസ് വാട്ടർ ട്രീറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അത് അറിഞ്ഞിരിക്കണം. ഒമർ അബ്ദുള്ള ആരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ന്യൂലി ഇലക്ടഡ് ചീഫ് മിനിസ്റ്റർ. ജമ്മു ആൻഡ് കാശ്മീർ ആഫ്റ്റർ ദ അബോളിഷൻ ഓഫ് ആർട്ടിക്കിൾ 370 recently conducted election, and Omar Abdullah's national conference came to power in Jammu and Kashmir. So he's the man responsible for the administration of Jammu and Kashmir currently. പക്ഷെ അത് പൂർണ്ണമായിട്ട് ശരിയല്ല. കാര്യം യൂണിയൻ ടെറിട്ടറി ആണ് ഇന്നും ജമ്മു ആൻഡ് കാശ്മീർ. അതുകൊണ്ട് തന്നെ ഗവർണറിന് ചീഫ് മിനിസ്റ്ററിന്റെ കാര്യം ചിലപ്പോൾ പവർ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്തായാലും ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ച് ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. ഇൻഡസ് വാട്ടർ ട്രീറ്റി ഷോർട്ട് ഫോമിൽ IWT എന്ന് പറയും. ഇൻഡസ് വാട്ടർ ട്രീറ്റി ഷോർട്ട് ഫോമിൽ എന്താ പറയാ, IWT. 1970s ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള വാട്ടർ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്കിന്റെ നേതൃത്വത്തിലുണ്ടായ ട്രീറ്റിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. അതിൽ 6 നദികൾ, 6 റിവേഴ്സിലെ വാട്ടർ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഷെയർ ചെയ്യുന്നു. ഒപ്പം തന്നെ മറ്റ് റിവർ ഡിസ്പ്യൂട്ടുകൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉണ്ടാകുമ്പോൾ അതിനുള്ളൊരു ബെഞ്ച് മാർക്ക്, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബെഞ്ച് മാർക്കായിട്ട് യൂസ് ചെയ്യുന്നതും ഇൻഡസ് വാട്ടർ ട്രീറ്റിയാണ്. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനെ സഹായിച്ചത് വേൾഡ് ബാങ്ക് ആണ്. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റിലും മെയിൻലി 6 റിവേഴ്സ്, ഇൻഡസ്, ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇൻഡസ്, ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്, ഇങ്ങനെ 6 നദികളാണ് IWTയിൽ ഉള്ളത്. ഓക്കെ, ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ ഉള്ളത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽസ് ആണ്. ഫസ്റ്റ് എഡിറ്റോറിയലും സെക്കൻഡ് എഡിറ്റോറിയലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് സർപ്രൈസ് സ്പൈക്ക് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. സർപ്രൈസ് സ്പൈക്ക് എന്ന് പറയുന്ന എഡിറ്റോറിയല് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാണ്. അത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇന്ത്യയിൽ മെയിൻലി 2 ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലല്ല, ലോകത്ത് എല്ലായിടത്തും 2 ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷനേ ഉള്ളൂ. ഒന്ന് റീറ്റെയിൽ ഇൻഫ്ലേഷനും രണ്ടാമത്തത് ഹോൾസെയിൽ ഇൻഫ്ലേഷനും. റീറ്റെയിൽ ഇൻഫ്ലേഷൻ മീൻസ് ഡയറക്ട്ലി അഫക്റ്റിംഗ് കോമൺ മെൻ ആയിട്ടുള്ള ഇൻഫ്ലേഷനാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. വൺസ് വി ഗോ ടു എ ഷോപ്പ് ആൻഡ് വി പർച്ചേസ് സംതിങ്, we will feel that inflation. Yesterday the price of that product will be 40 rupees. Today it is 50 rupees. That means there is a price hike. We have to pay more money for buying that same amount of item. Appo that means inflation is happening in that particular product. Ipo vegetables ന്റെ കേസിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ അപ്പൊ നമുക്ക് ഡയറക്ട്ലി ഫീൽ ചെയ്യുന്ന ഇൻഫ്ലേഷൻ, അതിനാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ. ബട്ട് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറേഴ്സിന്റെ ഇൻപുട്ട് കോസ്റ്റിലാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. മാനുഫാക്ചറേഴ്സിന്റെ ഇപ്പൊ ഇന്ത്യയിൽ ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ട്. അപ്പൊ അവരുടെ ഇൻപുട്ട് കോസ്റ്റിൽ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ആണ് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ. ദാറ്റ് വോണ്ട് ബി ഡയറക്ട്ലി എന്താ പറയുക റിഫ്ലക്റ്റഡ് ഇൻ നമ്മളെ റീറ്റെയിൽ സെയിലിൽ അത് റിഫ്ലക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം വേണമെങ്കിൽ സംഭവിക്കാം, ചിലപ്പം സംഭവിക്കാതെ ഇരിക്കാം. അപ്പം ഡയറക്ട്ലി നമ്മൾ അഫക്ട് ചെയ്യുന്ന ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ്. അപ്പം ഈ ഹോൾസെയിൽ ഇൻഫ്ലേഷനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇന്ത്യയിൽ WPI ആണ് ഉപയോഗിക്കുന്നത്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചാണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉപയോഗിച്ചാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചാണ്. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഷുഡ് ബി വിത്തിൻ എ ലിമിറ്റ് ഓഫ് 4 ± 2 ആസ് പെർ എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് റീച്ച് ബിറ്റ്വീൻ ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോ ഇന്ത്യ ഗവൺമെന്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഷുഡ് ബി വിത്തിൻ 4 ± 2 ലിമിറ്റ്. അപ്പൊ 4 + 2 ആകുമ്പോൾ 6 വരെ ആവാം. പക്ഷേ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് 6ൽ താഴെ ആയിരുന്ന ഇൻഫ്ലേഷൻ ഇപ്പോ
കുറച്ച് നാളിന് ശേഷം 6.2% ആയിട്ട് ഉയർന്നിരിക്കുന്നു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ. ദാറ്റ് മീൻസ് that tolerance level is breached. ടോളറൻസ് ലെവൽ ബ്രീച്ച് ചെയ്യപ്പെട്ടു. അപ്പൊ അതിനുള്ള ഒറ്റ കൾപ്രിറ്റ്, ഒരേ ഒരു കൾപ്രിറ്റേ ഉള്ളൂ. അതിന്റെ കാരണം ഫുഡ് ഇൻഫ്ലേഷൻ. ഇന്ത്യയിൽ ആക്ച്വലി ഇൻഫ്ലേഷൻ ഈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അതിനെ വീണ്ടും തരംതിരിക്കാം. കോർ ഇൻഫ്ലേഷൻ എന്ന് പറയാം, അതുപോലെ തന്നെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയാം. സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഇൻഫ്ലേഷനെയാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ അതാണ് ഈ 6.2% എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഫുഡിന്റെയും ഫ്യൂവലിന്റെയും ഇൻഫ്ലേഷൻ എടുത്ത് മാറ്റിയാൽ അതിനെ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയാം. അപ്പൊ മൊത്തം ഇൻഫ്ലേഷനെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഔട്ട് ഓഫ് ദാറ്റ് ഇഫ് വി സബ്സ്ട്രാക്ട് ദ ഫുഡ് ഇൻഫ്ലേഷൻ ആൻഡ് ഫ്യൂവൽ ഇൻഫ്ലേഷൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കോർ ഇൻഫ്ലേഷൻ. അതാണ് യഥാർത്ഥത്തിൽ ഇൻഫ്ലേഷന്റെ ഒരു റെപ്രസെന്റേഷൻ എന്നാ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഫുഡിന്റെയും ഫ്യൂവലിന്റെയും ഇൻഫ്ലേഷൻ ഭയങ്കര വോളറ്റൈലാണ്, അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം പക്ഷെ കോർ ഇൻഫ്ലേഷൻ മാത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ വെരി മച്ച് കംഫർട്ടബിൾ ആണ്. അപ്പൊ അത് വളരെ വളരെ കുറവാണ് ഈ കോർ ഇൻഫ്ലേഷൻ. നമ്മൾ ഈ ഫ്യൂൽ ഇൻഫ്ലേഷനും ഫുഡ് ഇൻഫ്ലേഷനും എടുത്ത് മാറ്റിയ. അപ്പൊ ഫുഡ് ഇൻഫ്ലേഷൻ ഫ്യൂൽ ഇൻഫ്ലേഷൻ അത്യാവശ്യം സ്റ്റേബിൾ ആണ്. ഇപ്പൊ അത്യാവശ്യം വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുകയാണ്. പെട്രോളിയത്തിന്റെ വില ഒന്നും അങ്ങനെ ഭയങ്കര എക്സ്പോണൻഷ്യൽ സ്പൈക്ക് ഒന്നും ഉണ്ടാവുന്നില്ല. അതാണ് ഫ്യൂൽ ഇൻഫ്ലേഷൻ, പെട്രോളിയത്തിന്റെ പ്രൈസ്. അപ്പൊ ഫുഡിന്റെത്, വെജിറ്റബിൾസിന്റെ പ്രൈസ് 42% ഇൻക്രീസ് ചെയ്തേക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. 42%. അതിൽ തന്നെ ടൊമാറ്റോയുടെ ഒക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി. അതിൽ വെജിറ്റബിൾസിന്റെ ഓരോന്നും എടുത്ത് നോക്കുകയാണെങ്കിൽ. അതുപോലെ എഡിബിൾ ഓയിലിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുന്നു. അതിൽ തന്നെ റൂറൽ മൊത്തത്തിലുള്ള ഫുഡ് ഇൻഫ്ലേഷൻ 10% കൂടുതലാണ്. അതിൽ റൂറൽ മേഖലയിൽ ഓൾമോസ്റ്റ് 10%, അർബൻ മേഖലയിൽ 11.1% ആണ് മൊത്തം ഫുഡ് ഇൻഫ്ലേഷൻ. അതിൽ ഫുഡ് ഇൻഫ്ലേഷന്റെ അകത്താണല്ലോ വെജിറ്റബിൾ ഒക്കെ വരുന്നത്. വെജിറ്റബിൾ ഒക്കെ മാത്രം എടുക്കുമ്പോൾ 42% ഇൻഫ്ലേഷൻ. അപ്പൊ ഈ ഫുഡ് ഇൻഫ്ലേഷൻ കമ്മിങ് മന്ത്സിൽ കുറയും എന്നൊരു ഒരു ചിന്തയുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പൊ അത്യാവശ്യം ഹാർവെസ്റ്റിംഗ് സീസൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. അപ്പൊ ഫുഡൊക്കെ കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇത് കുറയും എന്നൊക്കെ ഒരു പ്രതീക്ഷയാണ്. അത്യാവശ്യം നല്ല മൺസൂണും ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൃഷി നല്ല പുഷ്ടിപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ ഇപ്പോ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഇടിയുന്നുണ്ട്. അതിന്റെ കാരണം കമ്പനികളുടെയൊക്കെ ഈ പ്രോഫിറ്റ് ഒക്കെ കുറയുന്നു, അർബൻ മേഖലയിലെ കൺസംഷൻ കുറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇൻഫ്ലേഷനും കൂടെ കൂടി നിന്നാൽ, അത് ഫുഡ് ഇൻഫ്ലേഷൻ ആണെങ്കിൽ അത് പുവർ പീപ്പിളിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മുടെ ഇന്ത്യയിലെ കൺസംഷൻ വീണ്ടും കുറയാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് എനിവേ ചെയ്തുകൊണ്ടിരിക്കും. അത് ഗവൺമെന്റ് ആണല്ലോ ചെയ്യേണ്ട. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഇതിന്റെ കറക്റ്റീവ് മെഷേഴ്സ് എടുത്ത്, നമ്മളുടെ കറക്റ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. സാധാരണ മോണിറ്ററി പോളിസിയിൽ റേറ്റ് കട്ടൊക്കെ ചെയ്താണ് ആൾക്കാരെ ബേർഡൻ കുറയ്ക്കുന്നത്. പക്ഷെ റേറ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ ഇൻഫ്ലേഷൻ കൂടും. റേറ്റ് കട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മോണിറ്ററി പോളിസിയിൽ റിപ്പോ റേറ്റ് കട്ട് ചെയ്യുന്നതിനാണ്. ഡിസംബറിലാണ് അടുത്ത മോണിറ്ററി പോളിസി വരുന്നത്, അടുത്ത മാസം. അപ്പൊ റിപ്പോ റേറ്റ് കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിന്റെ കോറിലേഷനെ പറഞ്ഞിടുന്ന കുറെ സമയം എടുക്കും. അപ്പോൾ കോറിലേഷൻ ഇത്രയേ ഉള്ളൂ. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ RBI ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ബാങ്കുകൾ ലോൺ എടുക്കുക. ബാങ്കുകളുടെ ബാങ്കറാണല്ലോ RBI. അപ്പം ബാങ്കുകളുടെ ബാങ്കറായ RBIയുടെ കയ്യിൽ നിന്ന് ബാങ്കുകൾ ലോൺ എടുക്കുമ്പം ഷോർട്ട് ടൈം ലോൺ ആണെങ്കിൽ അതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. ആ റിപ്പോ റേറ്റ് അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂട്ടി വെച്ചേക്കാണ്. സ്വാഭാവികമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ കൂട്ടി വെച്ചേക്കുമ്പോൾ ബാങ്കുകൾ നമുക്ക് തരുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടിയിരിക്കും. അപ്പൊ നമ്മൾ ലോൺ എടുക്കുന്നത് കുറയ്ക്കും. നമ്മൾ ലോൺ എടുക്കുന്നത് കോസ്റ്റ്ലി ആയതുകൊണ്ട്. അതേസമയത്ത് റിപ്പോ റേറ്റ് കുറച്ചാൽ എന്ത് സംഭവിക്കും? ബാങ്കുകൾ നമുക്ക് ലോൺ തരുന്ന ഇൻട്രസ്റ്റ് റേറ്റും കുറയ്ക്കും. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ലോണൊക്കെ എടുക്കും. അപ്പൊ അത് എക്കണോമിക് ഗ്രോത്തിന് നല്ലതാണ്. കാരണം നമ്മൾ എടുക്കുന്ന ലോൺ വെച്ച് നമ്മൾ കാർ മേടിക്കുകയോ വാഹനങ്ങൾ മേടിക്കുകയോ നമ്മൾ പേഴ്സണലി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യുകയാണ്. അത് മാർക്കറ്റിലേക്കാണ് പൈസ ഇറങ്ങുന്നത്. ഓരോരോ ഇൻഡസ്ട്രീസിന്റെ ഗുണം കിട്ടും. അത് എക്കണോമിക് ഗ്രോത്തിന് നല്ലതായിരിക്കും. ബട്ട് when there is inflation, but Reserve Bank of India won't do the hiking of repo rate. Reduction of repo rate. അത് ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വീണ്ടും ഇൻഫ്ലേഷൻ കൂടും. മാർക്കറ്റിലേക്ക് മണി ഫ്ലോ ഭയങ്കരമായിട്ട് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. റിപ്പോ റേറ്റ് കുറഞ്ഞാൽ ലോൺ ചീപ്പർ ആവും. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ലോൺ വാങ്ങി സ്പെൻഡ് ചെയ്യും. അത് മാർക്കറ്റിലേക്കുള്ള മണി ഫ്ലോ എഗെയിൻ ഇൻക്രീസ് ആവുന്നതിന് കാരണം ഇറ്റ് വിൽ ആഡ്സ് ടു ഇൻഫ്ലേഷൻ. അത് ഇൻഫ്ലേഷനെ കൂട്ടും. അപ്പം റിപ്പോ റേറ്റ് കുറച്ചുകൊണ്ട് മോണിറ്ററി പോളിസി ഇന്റർവെൻഷൻ വഴി RBIക്ക് നമ്മളുടെ ഗ്രോത്ത് റേറ്റ് കൂട്ടാനോ അല്ലെങ്കിൽ കൺസംഷൻ കൂട്ടാനോ ഇപ്പൊ നിവർത്തിയില്ല. പിന്നെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നത്, വേണമെങ്കിൽ ടാക്സ് കട്ട് ചെയ്യാൻ പറ്റും. GST, അതുപോലെ ഇൻകം ടാക്സ്, ഇതുപോലുള്ള ടാക്സുകളൊക്കെ കട്ട് ചെയ്താൽ കുറച്ച് പൈസ ആൾക്കാരുടെ കയ്യിലേക്ക് കൂടുതലായിട്ട് വരും. അത് അവർ സ്പെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്.
രണ്ടാമത്തെ എഡിറ്റോറിയൽ ഇതിനേക്കാളും സിമ്പിൾ ആണ്. മണിപ്പൂർസ് മിസറി എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് കാലങ്ങളായി കുക്കി കമ്മ്യൂണിറ്റിയും മെയ്റ്റി കമ്മ്യൂണിറ്റിയും തമ്മിൽ. നമ്മൾ ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ ഒരു നെറേറ്റീവ് ഉണ്ടായിരുന്നു, ഈ കുക്കി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ക്രിസ്ത്യൻസ് ആണ്, അവരെ ഹിന്ദുക്കളായ മെയ്റ്റി കമ്മ്യൂണിറ്റിക്ക് ഇല്ല എന്നത്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല. അങ്ങനെ പറയുമ്പോൾ വേണമെങ്കിൽ എന്നെ സംഘപരിവാറുകാരനായിട്ടൊക്കെ ആൾക്കാർ കൺസിഡർ ചെയ്ത് കമന്റ്സ് വരെ ഇട്ടിട്ടുണ്ട്, ഞാനത് മറ്റേ ചാനലിലൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോൾ. പക്ഷെ നിങ്ങളിപ്പോൾ ഇതിലെടുത്ത് നോക്കുക, അപ്പൊ കഴിഞ്ഞ ഒരു 6 മാസത്തെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വായിക്കുന്നതാണ്. കുക്കി കമ്മ്യൂണിറ്റിക്കാരാണ് ഏറ്റവും കൂടുതൽ മെയ്റ്റി കമ്മ്യൂണിറ്റിക്കാരെ അറ്റാക്ക് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഇപ്പം മരിക്കുന്നതും അബ്ഡക്ട് ചെയ്യപ്പെടുന്ന ഒക്കെ ഈ മെയ്റ്റി കമ്മ്യൂണിറ്റിക്കാരാണ്. അപ്പൊ ഇന്നലെയും സംഭവിച്ചേക്കുന്ന അവിടുത്തെ ഒരു ജിരിബാം, അങ്ങനെ ജിരിബാം എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റില് CRPF കാരെ കുക്കി മിലിറ്റൻസ് അറ്റാക്ക് ചെയ്യാണ്. തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്ത് കൗണ്ടർ അറ്റാക്ക്, അവർ 10-12 പേര് മരിച്ചു. അതിന്റെ കൂടെ അവിടെ റെഫ്യൂജി ക്യാമ്പിലുണ്ടായിരുന്ന മെയ്റ്റി കമ്മ്യൂണിറ്റിയിലുള്ള 8 മാസം പ്രായമുള്ള കൊച്ചിനെ ഉൾപ്പെടെ കുറെ തട്ടിക്കൊണ്ടുപോയും വൃദ്ധരായിട്ടുള്ള 1-2 പേരെ കില്ല് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം മെയ്റ്റി കമ്മ്യൂണിറ്റിക്കാണ് ഇപ്പം തിരിച്ചടി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കുക്കി കമ്മ്യൂണിറ്റിയാണ് കലാപം ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഈ പറയുന്ന പോലെ മതം ജാതി ഒന്നും അല്ല അവിടെ പ്രശ്നം. അവിടെ 2 ട്രൈബൽ, ഇപ്പം മെയ്റ്റി പറയുന്ന അവരും ട്രൈബൽ ആണെന്നാണ്, പക്ഷെ അവർക്ക് ട്രൈബൽ സ്റ്റാറ്റസ് ഇല്ല. അപ്പൊ എന്തായാലും അവിടുത്തെ 2 ഈ എത്നിക് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ക്ലാഷ് ആണ്. ഈ ക്ലാഷിൽ ഇപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഭരിക്കുന്ന BJP ആണ്. ബീരേൻ സിംഗ് എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ ആണ്. മൊത്തത്തിലുള്ള മരണങ്ങളുടെ സംഖ്യ എടുത്ത് നോക്കിയാലും കുക്കി കമ്മ്യൂണിറ്റിക്കാരെക്കാൾ കൂടുതൽ ഇപ്പൊ കൊല്ലപ്പെട്ടേക്കുന്നത് മെയ്റ്റി കമ്മ്യൂണിറ്റി. അപ്പൊ അവിടെ ഹിന്ദുക്കള് ക്രിസ്ത്യൻസിനെതിരെ ചെയ്ത അറ്റാക്കായി എങ്ങനെ മാറും? ഒരിക്കലും അങ്ങനെ അല്ലത്. അത് ചുമ്മാ ഇവിടത്തെ പൊളിറ്റിക്കൽ ഒരു മൈലേജ് കിട്ടാൻ വേണ്ടി ഇവിടെ കുറെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടന്നതാണ്. അത് അങ്ങനെ അല്ലത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി, ഇവിടുത്തെ ക്രിസ്ത്യൻസ് സമൂഹത്തിനൊക്കെ അത് മനസ്സിലായി. അപ്പൊ അതല്ല വിഷയം. ഇതെന്ന് പറഞ്ഞാൽ എത്നിക് ക്ലാഷ് ആണ്. ഈ എത്നിക് ക്ലാഷില് ഇപ്പോൾ ഉള്ള പ്രശ്നം, അവിടെ ഭരിക്കുന്ന BJPയുടെ ചീഫ് മിനിസ്റ്റർ ബീരേൻ സിംഗ് ഈസ് എ മെയ്റ്റി മാൻ. അദ്ദേഹം മെയ്റ്റി കമ്മ്യൂണിറ്റിയിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുക്കി കമ്മ്യൂണിറ്റിക്ക് അദ്ദേഹത്തിൽ വിശ്വാസമല്ല. ദാറ്റ് മീൻസ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനിൽ അവർക്ക് വിശ്വാസമല്ല. അവരൊരു യൂണിയൻ ടെറിട്ടറി അവർക്ക് സ്വന്തമായിട്ട് വേണമെന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് സെൻട്രൽ ഗവൺമെന്റിൽ അത്യാവശ്യം വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന് അവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അവർ ഇപ്പൊ ടോക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബറിൽ ഒരു ടോക്ക് നടത്തി ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന്. പക്ഷെ ആ ടോക്ക് ഇഫക്റ്റീവ് ആയില്ല. ഇനി അതുപോലെ CRPF, അതുപോലെ ഇന്ത്യയുടെ ഫോഴ്സസ് പോലുള്ള ഇന്ത്യയുടെ പട്ടാളം അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സ്, അതിലൊക്കെയും കുക്കി കമ്മ്യൂണിറ്റിക്ക് വിശ്വാസമുണ്ട്. അപ്പം സെൻട്രൽ ഗവൺമെന്റിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇടപെടലുകൾ നടത്തി ഇവിടെ നോർമൽസി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ നോർമൽസി തിരിച്ചു വരുമെന്നും പറയാൻ പറ്റില്ല. കാര്യം നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എത്നിക് ഗ്രൂപ്പുകളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ സ്പ്രെഡ് ചെയ്ത് എടുക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ വൺസ് ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്താൽ ഇത് ഇങ്ങനെ സ്പൈക്ക് ചെയ്ത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഇങ്ങനെ പോകും. അതിനെ തിരിച്ച് നോർമൽസിയിലേക്ക് കൊണ്ടുവരാൻ വളരെ ഡിഫിക്കൽട്ട് ആണെന്നാണ് ഇതുവരെയുള്ള ഹിസ്റ്ററി തെളിയിക്കുന്നത്. ഇപ്പൊ എന്തായാലും സെൻട്രൽ ഗവൺമെന്റ് അതിനുള്ള നടപടികൾ സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഹാസ് no role to play because കുക്കി community is lacking trust in ബീരേൻ സിംഗ് ഗവൺമെന്റ്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇന്റർവെൻഷൻ വേണമെന്നാണ് ഈ മണിപ്പൂർസ് മിസറി എന്ന് പറഞ്ഞ ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ദ പെർഫെക്റ്റ് കോക്ടെയിൽ ഓഫ് ലേയർഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇത് സത്യത്തിൽ ഇതിൽ ഒരു സൊല്യൂഷനും ഇവർ പറയുന്ന ഒന്നും ഇഫക്റ്റീവ് അല്ല. ഇത് സംഭവം ഡീലിമിറ്റേഷനെ കുറിച്ചാണ്. ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് ഡീലിമിറ്റേഷൻ എന്താണെന്ന്. ഈ ഡീലിമിറ്റേഷൻ 1971 ആദ്യം ഇന്ദിരാഗാന്ധിയുടെ പീരീഡിൽ ഫ്രീസ് ചെയ്യാണ്. ഡീലിമിറ്റേഷൻ എന്ന് പറയാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ എണ്ണവും അതിനനുസരിച്ച് കൂടണം എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 82-ലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടത് ആർട്ടിക്കിൾ 82-ലാണെന്ന് തോന്നുന്നു. ആർട്ടിക്കിൾ 82 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച്. പക്ഷേ 1971 സെൻസസ് അനുസരിച്ച് അവസാനം ഡീലിമിറ്റേഷൻ നടന്നത്. എന്നിട്ട് 1976-ലാണ് ഇന്ദിരാഗാന്ധി അത് ഫ്രീസ് ചെയ്ത് 25 ഇയേഴ്സിലേക്ക്. അപ്പൊ 2001 വരെ ഇന്ദിരാഗാന്ധി ഫ്രീസ് ചെയ്ത് 1976. വാജ്പേയി 2001 വീണ്ടും 25 ഇയേഴ്സിലേക്ക് ഫ്രീസ് ചെയ്ത്. അപ്പൊ 2026 വരെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കാം. അതായത് അടുത്ത വർഷം വരെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഡീലിമിറ്റേഷൻ നടത്താൻ നരേന്ദ്രമോദി ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നതല്ല, ഉറപ്പായിട്ട് നടത്തും. കാര്യം നടത്തും ഞാൻ പറയാൻ കാരണം വേറൊന്നും അല്ലെന്ന്. ഈ ആർട്ടിക്കിളിൽ പ്ലാൻ ചെയ്യുന്നു എന്നേ അവർ പറയുന്നുള്ളൂ. പക്ഷെ പിന്നീട് നടത്താൻ പാടില്ലെന്ന് അവരിത് പറഞ്ഞു. പക്ഷെ നടത്തിയേ പറ്റൂ എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഇന്ത്യയിൽ. അതിന്റെ കാരണം ഇന്ത്യയുടെ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്
കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. അതിന് നാരി ശക്തി വന്ദൻ അധിനിയം എന്നാ പറയുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയം, നാരി ശക്തി വന്ദൻ അധിനിയം. ഇത് വഴി ഈ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി 128ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് വഴിയാണ് 106th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് നിലവിൽ വന്നത്. അതുവഴി അതിനെയാണ് നാരി ശക്തി വന്ദന അധിനിയം എന്ന് പറയുന്നത്. അതുവഴി 33% റിസർവേഷൻ ഫോർ വിമൻ ഇൻ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് അത് വരാൻ പോയാണ്. അത് 2029 ലോക്സഭ ഇലക്ഷനിൽ നടപ്പാവും. അത് നടപ്പാവണമെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നിയമത്തിന്റെ അകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന്റെ അകത്ത് തന്നെ പറയുന്നത് 2026 ശേഷം വരുന്ന ഡീലിമിറ്റേഷൻ പ്രോസസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നാരി ശക്തി വന്ദന അധിനിയം നിയമം നടപ്പാക്കുന്നുണ്ട്. അപ്പൊ ഈ നാരി ശക്തി വന്ദന അധിനിയം നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ 33% റിസർവേഷൻ സ്ത്രീകൾക്ക് പാർലമെന്റിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് പുതുച്ചേരിയിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഡീലിമിറ്റേഷൻ നടത്തണം. നിയമത്തെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഡീലിമിറ്റേഷൻ നടത്തുന്നുള്ള 100% ഉറപ്പാണ്. അപ്പൊ ഈ ഡീലിമിറ്റേഷൻ കോൺസ്റ്റിറ്റ്യൂഷനിലും പറഞ്ഞിട്ടുണ്ട്. 82 ആർട്ടിക്കിളിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് ഡീലിമിറ്റേഷൻ ഇന്ദിരാഗാന്ധി 1976 25 ഇയേഴ്സിലേക്ക് 2001 വരെയും വാജ്പേയി 2001 2026 വരേക്കും അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ആർട്ടിക്കിളിന്റെ അകത്ത് ഇല്ല കേട്ടോ. ആക്ച്വലി ഈ ആർട്ടിക്കിൾ ഒരു ഹോളോ ആർട്ടിക്കിളാണ്. അതിന്റെ അകത്ത് സത്യം പറഞ്ഞാൽ വേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പല കാര്യങ്ങളെ കണക്ട് ചെയ്യാതെ പറഞ്ഞത്. പക്ഷെ ഇവർ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ഒന്ന്, TFR ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. TFR ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പ്രസവ കാലയളവിൽ അല്ലെങ്കിൽ അവരുടെ പ്രജനന കാലയളവിൽ അവർക്ക് പ്രസവിക്കാൻ പറ്റുന്ന സമയത്ത് എത്ര കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നുള്ളതാണ്. അത് 2.1 ആണ് ഐഡിയൽ വേണ്ടത്, 2.1. പക്ഷേ തമിഴ്നാട്, കർണാടക, കേരള പോലുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ അത് 2.1 താഴെയാണ്. അതായത് നമ്മുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ആണ് കഴിഞ്ഞ കുറെ കാലമായിട്ട്. ഇനി മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ 3ക്ക് മുകളിലുള്ള സ്റ്റേറ്റുകളും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് പോപ്പുലേഷൻ കൂടുതൽ എവിടെ? TFR നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ TFR നോക്കേണ്ട അല്ലാതെ നമുക്കറിയാം പോപ്പുലേഷൻ കൂടുതൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ അത് കുറവാണ്. അപ്പൊ ഇത് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ കൂടെ ഈ TFR അച്ചീവ് ചെയ്യട്ടെ. അപ്പൊ പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ പോപ്പുലേഷന്റെ ബേസിൽ ഈ പറഞ്ഞ സീറ്റുകൾ കൂടുന്നത് നോർത്ത് ഇന്ത്യയിലായിരിക്കും, സൗത്ത് ഇന്ത്യയിൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഡീലിമിറ്റേഷൻ എപ്പോഴും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റൊക്കെ അനുകൂലമായിട്ട് സംഭവിക്കുക. അവർ ഫാമിലി പ്ലാനിങ് നടപ്പാക്കാത്തത് കൊണ്ടാണ് അവിടെ പോപ്പുലേഷൻ കൂടിയത്. അപ്പൊ അവര് സർക്കാരിന്റെ ഒരു പോളിസി നടപ്പാക്കാത്തതിന് ഒരു സമ്മാനം കൊടുക്കുന്നതാണ് കൈപ്പം. അവിടെ പാർലമെന്റ് സീറ്റുകളൊക്കെ കൂടിയാൽ അവർക്ക് പൊളിറ്റിക്കൽ പവർ കൂടത്തില്ലേ, അവർ കാര്യങ്ങൾ തന്നെ തീരുമാനിക്കാൻ തുടങ്ങും. സൗത്ത് ഇന്ത്യ അതുപോലെ മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകളാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ടാക്സ് കിറ്റിയിലേക്ക് ഏറ്റവും കൂടുതൽ ടാക്സ് ആയി കൊടുക്കുന്നത്. അപ്പൊ ഈ ടാക്സും എല്ലാം അവർക്ക് നമ്മള് സെൻട്രൽ ഗവൺമെന്റ് വാങ്ങിക്കൊണ്ട് ഈ ടാക്സിന് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കുറവാണ്. നമ്മൾ ഈ ബീഹാർ പോലുള്ള സ്റ്റേറ്റുകൾ ഇന്ത്യ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നത് വളരെ വളരെ കുറവാണ്. അവിടെ ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ല, വളരെ അണ്ടർ ഡെവലപ്ഡ് സ്റ്റേറ്റ് ആണ്. പക്ഷെ ബീഹാറിനാണ് നമ്മളെ ടാക്സ് മേടിച്ച് അവർ ഏറ്റവും കൂടുതൽ ബീഹാറിനാണ് കൊടുക്കുന്നത്. പക്ഷെ അതിൽ ഒരു സോഷ്യലിസം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുക എന്നുള്ള രീതിയിൽ അവർ പാവപ്പെട്ടവരായതുകൊണ്ട് നമ്മളെ പണക്കാർ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നും അതുപോലെ മഹാരാഷ്ട്ര, ഗുജറാത്ത് ഒക്കെ പോലുള്ള വെസ്റ്റേൺ സ്റ്റേറ്റുകൾ അത്യാവശ്യം റിച്ച് ആണ്. ഇവരെന്നൊക്കെ പൈസ മേടിച്ച് അവർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. നമുക്ക് അതിൽ നിന്ന് വാങ്ങുന്നതിന്റെ ഒരു വിഹിതം നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെ ഒരു ഇൻഇക്വാലിറ്റി ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളും വെസ്റ്റേൺ സ്റ്റേറ്റുകളും പറയുന്നുണ്ട്. ആ ഇൻഇക്വാലിറ്റിയുടെ കൂടെയാണ് ഈ പൊളിറ്റിക്കൽ പവറും കൂടെ മറ്റവന്മാർക്ക് പോകുന്നത്. അതായത് നമ്മൾ ഫണ്ട് ചെയ്ത് നമ്മളും ഭരിക്കുന്നത് അവരുമായി മാറും. അതൊരു സത്യം തന്നെയാണ്, ആ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഈ ഡീലിമിറ്റേഷൻ നടത്താൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഡീലിമിറ്റേഷൻ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ നടപ്പാക്കാൻ പറ്റും വേണമെന്ന് വിചാരിച്ചാൽ, ഗവൺമെന്റ് വിചാരിച്ചാൽ. അപ്പൊ അത് പറ്റുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഈ പ്രൊപ്പോർഷണലി ഇപ്പൊ നോർത്ത് ഇന്ത്യ ഇപ്പൊ ഒരു പ്രൊപ്പോർഷൻ, ഇപ്പൊ സപ്പോസ് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ 25% സൗത്ത് ഇന്ത്യയിലും 75% റെസ്റ്റ് ഓഫ് ഇന്ത്യയിലാണെന്ന് കരുതിക്കോ. ഇപ്പൊ സീറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ ഈ 75% നോർത്ത് ഇന്ത്യയിൽ എന്തായാലും വീണ്ടും കൂടുക കുറെ സീറ്റുകൾ. അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഈ 25% സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ സീറ്റുകൾ കുറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയും കൂടെ കൂട്ടിക്കൊടുത്താൽ മതി വേണമെങ്കിൽ. പക്ഷെ അവിടെ പോപ്പുലേഷൻ അനുസരിച്ച് പക്ഷെ അങ്ങനെ കൂടത്തില്ല. പക്ഷെ ഇവർക്ക് പൊളിറ്റിക്കൽ പവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും സൗത്ത് ഇന്ത്യയുടെ റെലവൻസ് ഇന്ത്യൻ യൂണിയനിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും വേണമെങ്കിൽ അങ്ങനെ ഒരു സൊല്യൂഷൻ ചെയ്യാം. പിന്നെ ഇവര് കുറച്ച് സൊല്യൂഷൻ പറയുന്നുണ്ട്, അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആക്ച്വലി ഈ ആർട്ടിക്കിൾ അത്ര നല്ല ഒരു ആർട്ടിക്കിൾ അല്ല, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണലി ഭയങ്കര റിലവൻസ് ഉള്ളൊരു സംഭവം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞേ ഉള്ളൂ. ഇവരുടെ
വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവർക്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ ഈ ആർട്ടിക്കിൾ ഉണ്ടാക്കാമായിരുന്നു. ഓക്കെ, എന്നിട്ട് പക്ഷേ ഈ ആർട്ടിക്കിൾ എല്ലാവരും വായിക്കണം. കാര്യം വളരെ പൊളിറ്റിക്കലി റിലവന്റ് ആയിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂഷണലി റിലവന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. പിന്നെ വേറൊരു ആർട്ടിക്കിൾ ഉള്ളതെന്ന് വെച്ചാൽ അത് ഗവൺമെന്റിന്റെ പ്രോജക്റ്റിനെ കുറിച്ച്. അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ദ ഇമ്പാക്ട് ഓഫ് PMUY ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്ന സ്കീമിന്റെ ഇമ്പാക്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ എടുത്ത് അവർ പഠിച്ചേക്കാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ എടുത്ത് ഞാൻ ആ ഒരു ആസ്പെക്റ്റിലുള്ളത് പറയുന്നത്. PMUY പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്ന സ്കീം എന്ന് പറഞ്ഞാൽ എന്തിനാണ് കൊണ്ടുവന്നത് വെച്ചാൽ നമ്മളെ യഥാർത്ഥത്തിൽ ക്ലീൻ ഫ്യൂവൽ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലീൻ ഫ്യൂവൽ LPG. ആക്ച്വലി എന്താണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന? ഇന്ത്യയിലെ എല്ലാ BPL ഫാമിലീസിനും ഫ്രീ ഓഫ് കോസ്റ്റ് ഗ്യാസ് കണക്ഷൻ കൊടുക്കുക. ഗ്യാസ് കണക്ഷനേ കൊടുക്കുള്ളൂ, സിലിണ്ടറിന് പൈസ കൊടുക്കണം. സിലിണ്ടറിന് പൈസ കൊടുക്കുമ്പോൾ ഒരു വർഷം 6 സിലിണ്ടറോ മറ്റോ സബ്സിഡൈസ്ഡായിട്ടാണ് കിട്ടുന്നത് ഈ ഉജ്ജ്വല യോജനയിലുള്ള ആൾക്കാർക്ക്. നമ്മൾക്ക് കിട്ടുന്നതിനേക്കാളും 200-300 രൂപ കുറവാണ് അവരുടെ സിലിണ്ടറിന്. അവർക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആക്കാൻ. സ്റ്റിൽ ഐ തിങ്ക് ദേ നീഡ് ടു പേ അറ്റ്ലീസ്റ്റ് 500 rupees പെർ സിലിണ്ടർ. ദാറ്റ് മേ ബി ഓൾസോ എന്താ പറയുന്നത് കോസ്റ്റ്ലി ഫോർ ദം. അവര് പലരും BPL ഒക്കെ ആയതുകൊണ്ട്. അപ്പൊ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്താ പറയുന്നത് ക്ലീൻ ഫ്യൂൽ കൊടുക്കാൻ വേണ്ടി. എന്തിന് ക്ലീൻ ഫ്യൂൽ കൊടുക്കുന്ന കാര്യം? നമ്മളെ ഇന്ത്യയിൽ സ്ത്രീകളാണ് കൂടുതലും കുക്കിംഗ് ആക്ടിവിറ്റികളിലൊക്കെ എൻഗേജ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരാണെങ്കിലും അവർക്ക് ഹെൽത്ത് ഹസാർഡ് ഉണ്ടാവാൻ പാടില്ലോ. ബ്രീത്തിങ് പ്രോബ്ലം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഈ വുഡ് പോലുള്ള അല്ലെങ്കിൽ കൗഡങ് പോലുള്ള ഫ്യൂവൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഉണ്ടാവുന്നു. അപ്പൊ അത് ഒഴിവാക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. അപ്പം റെസ്പിറേറ്ററി ഇൽനെസ്സും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ ഈ PMUY കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്ത ആൾക്കാരുടെ ഇടയിലും അഡോപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുടെ ഇടയിലും സ്റ്റഡി ചെയ്തപ്പോൾ റെസ്പിറേറ്ററി ഇൽനെസ് പോലുള്ള പ്രോബ്ലംസ് ഭയങ്കരമായിട്ട് എസ്പെഷ്യലി സ്ത്രീകളുടെ ഇടയിൽ കുറയുന്നുണ്ട്. ഇപ്പം ഇതിൽ പറയുന്ന ഒരു കാര്യം, ഈ PMUY ഓൾമോസ്റ്റ് എല്ലാവർക്കും ആയി. 10 കോടിയോളം ഗ്യാസ് കണക്ഷൻ ഇതിന്റെ അണ്ടറിൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആവുമ്പോഴും പെർ ഇയർ ഒക്കെ 5 or 6 സിലിണ്ടേഴ്സ് ഒക്കെ പലരും യൂസ് ചെയ്യുന്നുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ മറ്റു വുഡൻ ആയിട്ടുള്ള ഫ്യൂവലും അതുപോലെ ഈ കൗഡങ്ങും ഒക്കെ ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഒന്ന്, അഫോർഡബിലിറ്റിയുടെ ഇഷ്യൂ. 2, അറിവില്ലായ്മയുടെ വിഷയം. അപ്പം ഇതൊക്കെ സർക്കാർ അഡ്രസ് ചെയ്താലേ പൂർണ്ണമായിട്ട് ഈ സ്കീം സക്സസ്ഫുൾ ആവുള്ളതാണ് ഈ ഇതിൽ പറയുന്നത്. കാരണം സർക്കാർ അഡ്രസ് ചെയ്യുക ഒന്നെന്ന് വെച്ചാൽ അറിവില്ലായ്മയാണെന്നുണ്ടെങ്കിൽ അവയർനെസ് ക്യാമ്പയിൻ വഴി ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ക്ലീൻ ഫ്യൂൽ യൂസ് ചെയ്യുന്ന എത്രത്തോളം അവർക്ക് ഹെൽത്തി ആണെന്ന് മനസ്സിലാവും. പിന്നെ അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ സർക്കാർ വീണ്ടും സബ്സിഡൈസ് ചെയ്യേണ്ടി വരും. ഓൾറെഡി അവർക്ക് സബ്സിഡൈസ് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഇഫ് ഇറ്റ് ഈസ് അൺഅഫോർഡബിൾ ഫോർ ദം, അഗെയിൻ ഗവൺമെന്റ് നീഡ് ടു സബ്സിഡൈസ് ദാറ്റ് കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ. അപ്പോഴേ അവർക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആവുള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ അത്. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ബേസിൽ അത് പറഞ്ഞേക്കുന്നെങ്കിലും ഇതിനൊരു നാഷണൽ പെർസ്പെക്റ്റീവ് ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇത് മഹാരാഷ്ട്രയിലെ ഇലക്ഷനെ കുറിച്ചാണ്, പൊളിറ്റിക്സ് ആണ്, വേണ്ട. പിന്നെ അതിനടുത്ത പേജും വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോ ഇന്ന് ഈ പേജുകളിലൊക്കെ ന്യൂസ് കുറവാണ്. തമിഴ്നാട്ടിലെ സർക്കാർ ഡോക്ടേഴ്സ് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യമോ അങ്ങനെയുള്ള കാര്യമൊക്കെയാണ്. പിന്നെ ജാർഖണ്ഡിലെ ഇലക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനടുത്ത പേജ് പോകുമ്പോൾ ഈ പേജ് ഫുൾ ഇലക്ഷനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മിക്കവാറും എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട്. പിന്നെ ഇനാഗുറൽ ഇന്ത്യൻ ഓഷൻ ഡയലോഗ് ബിറ്റ്വീൻ US India ടു ബി ഹെൽഡ് ടുഡേ എന്നൊരു ആർട്ടിക്കിൾ കാണാം, ആ ഒരു ന്യൂസ് കാണാം. ഇനാഗുറൽ ഇന്ത്യൻ ഓഷൻ ഡയലോഗ് ബിറ്റ്വീൻ US ആൻഡ് ഇന്ത്യ. അപ്പോ ഇൻഡോ പസഫിക് മേഖലയിൽ ഭയങ്കരമായ പ്രാധാന്യം കൊടുക്കുന്ന 2 രാജ്യങ്ങളാണ് USA-യും ഇന്ത്യയും. അതിനു വേണ്ടിയിട്ടാണ് ഈ USA ക്വാഡ് എന്ന് പറയുന്ന സഖ്യം തന്നെ രൂപീകരിക്കുന്നത്. 4 രാജ്യങ്ങളെ കൂട്ടിക്കൊണ്ട് ഇന്ത്യ, USA, ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ. അപ്പൊ ഇൻഡോ പസഫിക് മേഖലയിൽ ഭയങ്കര സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള 2 രാജ്യങ്ങളാണ് USA ആൻഡ് ഇന്ത്യ. അപ്പൊ ഇന്ത്യൻ ഓഷൻ ഡയലോഗ് എന്നുള്ള പേരിൽ ഇന്ത്യൻ ഓഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെയും US-ന്റെയും ഇടയിൽ ഒരു സ്ട്രാറ്റജിക് ഡയലോഗ് നടക്കും. അപ്പൊ അതിനെ കുറിച്ചൊരു സംഭവമാണ്. അപ്പൊ അതില് പങ്കെടുക്കാൻ US-ന്റെ മെയിൻ പ്രധാനപ്പെട്ട ഡിഗ്നിറ്ററീസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതിന്റെ അകത്ത് ICET-യെ കുറിച്ചും പറയുന്നുണ്ട്. ഇന്ത്യയുടെയും US-ന്റെ ഇടയിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ICET, ദ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി. അതിന്റെ എക്സ്പാൻഷൻ, ഈ ഐയുടെ എക്സ്പാൻഷൻ എന്താണെന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. CET എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്. അതാണ് ICET, ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്, ICET. അപ്പം അതാണ്
അറിയാനുള്ള വേറൊരു കാര്യം, ഇന്ത്യയുടെ ഡിഫൻസ് സ്പേസ് ഏജൻസി എന്നുള്ളൊരു സംഭവമുണ്ട്. ഡിഫൻസ് സ്പേസ് ഏജൻസി അവരുടെ ഒരു എക്സർസൈസ് ഇപ്പൊ നടന്നു. അന്തരീക്ഷ അഭ്യാസ് 2024. അന്തരീക്ഷ അഭ്യാസ് 2024 വാസ് കണ്ടക്ടഡ് ബൈ ഡിഫൻസ് സ്പേസ് ഏജൻസി ഓഫ് ഇന്ത്യ. അപ്പോ അതിനെ കുറിച്ചൊരു ന്യൂസ് ഇവിടെ കാണാം. ഓക്കെ, അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യയുടെ സെൻസെക്സും നിഫ്റ്റിയും ഭയങ്കരമായ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറെ കാലമായിട്ട് തുടർച്ചയായിട്ട് ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സിന് വൻ ലാഭം നേടിക്കൊടുത്തുകൊണ്ടിരുന്ന മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ലക്ഷങ്ങളുടെ അല്ലെങ്കിൽ കോടികളുടെ ലാഭമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന കഴിഞ്ഞ 6-7 വർഷമായിട്ട്. ബട്ട് ഡ്യൂ ടു മെനി റീസൺസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എക്സ്പീരിയൻസിംഗ് ബിഗ് പ്രഷർ. FPI, especially FPI, foreign portfolio investors are selling their portfolios in India. അപ്പോൾ സെല്ലിംഗ് പ്രഷർ കൂടുമ്പോൾ ഓൾവേസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് വിൽ ഫോൾ. അപ്പോൾ അതിന് മെനി റീസൺസ് ആർ ദെയർ. വൺ റീസൺ ഈസ് ദ ചേഞ്ച് ഓഫ് ഗവൺമെന്റ് ഇൻ USA. So under Donald Trump, many policies will change. Present policies will change. That policy change will sometimes be counterproductive for the emerging markets. That fear is also influencing the investors in Indian stock market. Another thing is China is offering, Chinese stock market is offering better returns for investors. So many international investors in Indian stock market are shifting their interest to Chinese stock market. That is another reason. And third reason is Indian companies are actually giving not up to the mark allata results are weak results are getting from the Indian companies. Every 3 months Indian companies give their quarterly results. Quarterly results means their financial performance, കമ്പനികളുടെ പ്രോഫിറ്റിനെ കുറിച്ചും എല്ലാം. സോ ഒരു അണ്ടർവെൽമിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ഇന്ത്യൻ കമ്പനീസിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഓൾ ദീസ് ഫാക്ടേഴ്സ് ആർ കമ്മിങ് ഇൻ ടു പ്ലേ ഇൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ദാറ്റ്സ് വൈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഓൾ ആർ സെല്ലിംഗ് ദെയർ ഷെയർസ്. അപ്പോൾ സെല്ലിംഗ് ആക്ടിവിറ്റി കൂടുമ്പോഴത്തേക്ക് ദ മാർക്കറ്റ് വിൽ ഗോ ബെയറിഷ് ആവും. അപ്പൊ അത് ഒരു താഴോട്ട് പോകുന്നതിന് കാരണമാവും. അപ്പോ അത് വേറൊരു കാര്യമാണ്. പിന്നെ ഇതൊക്കെയാണ് ആ പേജ് പറയാനുള്ളത്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ശ്രീലങ്കയിൽ പാർലമെന്ററി ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ശ്രീലങ്കയുടെ പാർലമെന്ററി ഇലക്ഷൻ നടക്കുന്നു. അതിന്റെ ഔട്ട്കം എന്താണ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാം. അപ്പൊ നോക്കിയാൽ മതി. പിന്നീട് ബുക്കർ പ്രൈസ് അറിയാലോ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള നമ്മൾ അരുന്ധതി റോയ്ക്കും സൽമാൻ റുഷ്ദിക്കും അരവിന്ദ് അഡിഗയ്ക്കും ഒക്കെ കിട്ടിയിട്ടുള്ള, പിന്നെ ഉണ്ട് ഇന്ത്യക്കാരെ കിട്ടിയിട്ടുള്ള രണ്ടുപേരെ പേര് ഞാൻ പറഞ്ഞുള്ളൂ. ബുക്കർ പ്രൈസ് ഇംഗ്ലീഷിൽ എഴുതുന്ന എഴുത്തുകാർക്ക് കൊടുക്കുന്ന ഒരു വലിയ അവാർഡാണ് ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. മുമ്പ് കോമൺവെൽത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്രാവശ്യം കിട്ടിയ സാമന്ത ഹാർവിക്കാണ്. സാമന്ത ഹാർവി ഈസ് എ ബ്രിട്ടീഷ് റൈറ്റർ. സാമന്ത ഹാർവി അവരുടെ ബുക്ക് ഓർബിറ്റൽ എന്ന് പറയുന്ന ബുക്കിനാണ് ഈ അവാർഡ് കിട്ടിയത്. ഓർബിറ്റൽ. പിന്നെ ഇറ്റലിയിലെ ടൂറിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ATP ടൂർ ഫൈനൽസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ATP ടൂർ ഫൈനൽ എന്താണെന്ന്, WTA ടൂർ ഫൈനൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ATP പുരുഷന്മാർക്കുള്ള ടെന്നീസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്ന അവരാണ്. അവരുടെ ഈ വർഷത്തെ സീസൺ എൻഡിങ് ടൂർണമെന്റ് ആണ് ATP ടൂർ ഫൈനൽ. അത് നടന്നുകൊണ്ടിരിക്കുന്നത് ടൂറിൻ എവിടെയാണ്? ഇറ്റലിയിൽ. പിന്നെ ഇന്നലെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള T20 മാച്ചിന്റെ ജയിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. പിന്നെ കൊൽക്കത്തയിൽ ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ കുറിച്ചുള്ള ന്യൂസും കാണാം. ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റ്. പിന്നെ രഞ്ജി ട്രോഫിയെ കുറിച്ചുള്ള ന്യൂസും ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ന്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീണ്ടും നാളെ കാണാം. താങ്ക് യു സോ മച്ച്.